സംസ്ഥാനത്തെ ആദിവാസികളുടെ വായ്പ എഴുതിത്തള്ളുന്നതിന്റെ മറവിൽ മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയുടെ കുടുംബവും സ്റ്റാഫും തട്ടിയെടുത്തത് 1.5 കോടിയിലധികം രൂപ. ബജറ്റിലെ മാണിയുടെ പ്രഖ്യാപനം മന്ത്രിസഭായോഗത്തിൽ തിരുത്തിച്ചാണ് അഴിമതി നടത്തിയത്. കുടുംബത്തിനു വേണ്ടി ട്രൈബൽ വകുപ്പിനെ കൊണ്ട് നടത്തിയ തട്ടിപ്പിന്റെ മുഴുവൻ രേഖകളും ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുകയാണ്. തോൽക്കുന്ന ജനത റിപ്പോർട്ടിലേക്ക് ആദ്യം. ഈ ആനുകൂല്യം പട്ടികവർഗക്കാർക്ക് കൂടി ബാധകമാക്കുന്നതാണ്. ഇതിനായി 2 കോടി രൂപ നീക്കിവയ്ക്കുന്നു. പട്ടികവർഗക്കാരുടെ 2010 വരെയുള്ള ലോണുകൾക്ക് കടാശ്വാസം നൽകിക്കൊണ്ടുള്ള 2014 ബജറ്റ് പ്രസംഗം. ഇനി പദ്ധതിയുടെ നടത്തിപ്പ് തീരുമാനിച്ച് 2015 സെപ്റ്റംബർ 9 മന്ത്രിസഭാ തീരുമാനം കേൾക്കുക. പട്ടികവർഗക്കാർക്ക് 1 ലക്ഷം രൂപ വരെ വായ്പാ ഇളവ് 1/4/2006 മുതൽ 31/3/2014 വരെ കാലയളവിൽ 2010 എന്നത് മാറ്റി 2014 മാർച്ച് 31 വരെയുള്ള കടങ്ങൾക്കെന്നാക്കിയിരിക്കുന്നു. പരിധി 1 ലക്ഷം. ഇതിനായി 2 കോടി രൂപ വകയിരുത്തി ഒക്ടോബർ 1 ഇറങ്ങിയ ഉത്തരവ് പരിഗണിക്കുന്നത് 2014 മാർച്ച് 31 മുമ്പ് കുടിശ്ശികയായ സർക്കാർ ശമ്പളം പറ്റാത്ത പട്ടികവർഗക്കാരുടെ 1 ലക്ഷത്തിൽ താഴെയുള്ള ലോണുകൾക്ക് മാത്രം. ഒരു കുടുംബത്തിൽ ഒരാൾക്കേയുള്ളൂ യോഗ്യത. ഈ ഉത്തരവ് മുന്നിൽ വെച്ച് സംസ്ഥാനത്താകമാനമുള്ള പട്ടികവർഗക്കാരോട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വോട്ട് ചോദിച്ചു. പക്ഷേ കടമെഴുത്തള്ളുന്നതിന്റെ ഗുണം ആർക്കും ലഭിച്ചില്ല. എവിടെ പോയി ഈ പണമെല്ലാം? ഇതറിയാൻ ഞങ്ങൾ മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയുടെ മണ്ഡലത്തിൽ തന്നെ പരിശോധിച്ചു. ജയലക്ഷ്മിയുടെ വാർഡിലെ ബാങ്കിൽ എഴുതിത്തള്ളിയവരുടെ ലിസ്റ്റാണിത്. ജയലക്ഷ്മിയുടെ കുടുംബമായ പാലോട്ടെ വെള്ളൻ എഴുതിത്തള്ളിയത് 2,12,761 രൂപ. പാലോട്ട് അച്ചപ്പൻ 2,02,959 രൂപ. മറ്റൊരു പാലോട്ട് അച്ചപ്പൻ 1,29,016 രൂപ. പാലോട്ട് കോപി 1,81,100 രൂപ. പാലോട്ട് കീരൻ 1,02,380 രൂപ. 1 ലക്ഷത്തിന് മുകളിലുള്ള ലോൺ എഴുതിത്തള്ളി സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി ജയലക്ഷ്മി ചെയ്ത നിയമലംഘനം. ഇവരുമായി ജയലക്ഷ്മിക്കുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കുടുംബത്തിൽപ്പെട്ട ഒരാളെ ഞങ്ങൾ കണ്ടു. വെള്ളൻ അത് അച്ഛന്റെ ഏട്ടൻ. അച്ചപ്പനോ? അച്ഛക്ക് അത് അമ്മാവന്മാര്. കോപി അമ്മാവൻ. എല്ലാരും അമ്മാവന്മാരോ? കീരെന്ന് പറയുന്ന ആരാ ജയലക്ഷ്മിയുടെ? അത് മൂത്തച്ഛന്റെ ഏട്ടൻ. വീണ്ടും പരിശോധിച്ചപ്പോൾ മനസ്സിലായി കാട്ടിമൂല ബാങ്കിൽ എഴുതിത്തള്ളിയ 23,83,818 രൂപയും ജയലക്ഷ്മിയുടെ ബന്ധുക്കളുടേത്. പട്ടികവർഗ വകുപ്പ് നൽകിയ വിവരങ്ങൾ സത്യമാണോ എന്നറിയാൻ ഞങ്ങൾ ബാങ്കിൽ പോയി. മുഴുവൻ പണവും സർക്കാർ തന്നെന്ന് ബാങ്ക് മാനേജർ ഉറപ്പിച്ചു പറയുന്നു. ഇനി കോൺഗ്രസ് ഭരിക്കുന്ന മാനന്തവാടി ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ജയലക്ഷ്മിയുടെ ബന്ധുവും മന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ PAയുമായിരുന്ന ബാബു സി. പട്ടികവർഗ വകുപ്പ് തള്ളാൻ യോഗ്യത കൽപ്പിച്ചത് 3 ലോണുകൾ. കാലാവധി കഴിയുന്നത് 2014 ജൂണിൽ ഒരേ ദിവസം. ഒന്ന് 1,96,789 രൂപ. ഇയാളുടെ ഭാര്യ ബിന്ദു TK, ട്രൈബൽ പ്രൊമോട്ടർ. തള്ളിയത് 4 മാസം മുമ്പെടുത്ത ലോണടക്കം 2 ലോണുകൾ. കാലാവധി 2014 ജൂണിലും നവംബറിലും കഴിയുന്നത്. അമ്മ ദേവകി KK 2 ലോണുകൾ. സഹോദരൻ രാജൻ C. ഒരു വീട്ടിലെ പല ലോണുകൾ, കാലാവധി കഴിയാത്തവ, 1 ലക്ഷത്തിൽ കൂടിയത്. ജയലക്ഷ്മിക്കും സ്റ്റാഫിനും വേണ്ടി ഉദ്യോഗസ്ഥർ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി. തുടർന്നങ്ങുള്ള പരിശോധന ഞങ്ങളെ തന്നെ ഞെട്ടിച്ചു. 2 കോടി ബജറ്റിൽ വകയിരുത്തിയപ്പോൾ മാനന്തവാടിയിൽ മാത്രം 2 ഘട്ടങ്ങളായി നൽകിയത് 2,69,82,431 രൂപ. 1.5 കോടിയിലധികം നൽകിയിരിക്കുന്നത് ജയലക്ഷ്മിയുടെ ബന്ധുക്കൾക്ക്. പാലോട്ട്, ചുള്ളിയിൽ, എടമന, കാപ്പുമ്മൽ, ആലയ്ക്കൽ, പെരിഞ്ചോല, ഇറോക്കൽ തുടങ്ങി ജയലക്ഷ്മിയുടെ മുഴുവൻ കുടുംബ വീടുകളുടെയും കടം എഴുതിത്തള്ളി. 2010 മാർച്ച് 31 വരെയുള്ള ലോണുകളാണ് തള്ളുന്നതെങ്കിൽ ഇവരിൽ 90% പുറത്താകും. ബന്ധുക്കൾക്ക് സർക്കാർ പണം വാങ്ങിക്കൊടുക്കുവാൻ ബജറ്റ് പോലും അട്ടിമറിച്ച് നടത്തിയ തട്ടിപ്പ്. തുടർന്ന് ലോൺ എഴുതിത്തള്ളിയ 857 ആളുകളെയും ഞങ്ങൾ പരിശോധിച്ചു. ജയലക്ഷ്മിയുടെ സമുദായമായ കുറിച്യർ 95%. ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവരായതിനാൽ ഭൂരിഭാഗവും അനർഹർ. 4% കുറുമർ. വയനാട്ടിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പണിയ, അടിയ, കാട്ടുനായ്ക്ക വിഭാഗങ്ങളെ പരിഗണിച്ചു പോലുമില്ല. മാനന്തവാടി ഒഴികെ സംസ്ഥാനത്തെ മറ്റൊരു മണ്ഡലത്തിലും കാര്യമായ കടമെഴുതിത്തള്ളൽ നടന്നിട്ടുമില്ല. എഴുതിത്തള്ളിയതെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നുവെന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ജയലക്ഷ്മി മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് കോടികൾ തട്ടിയെടുത്തപ്പോൾ ഇരുട്ടിലായത് ദരിദ്രരായ നിരവധി ആദിവാസി സമൂഹങ്ങളാണ്. വയനാട്ടിൽ നിന്നും ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.